ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. നിർമ്മാണം പൂർത്തിയായി 2 മാസത്തിനുള്ളിൽ റോഡ് തകർന്നതിൽ പ്രതിഷേധം. ഓങ്ങല്ലൂർ കാരക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡിലാണ് കോൺക്രീറ്റ് കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ തകർന്നത്. വിഷയത്തിൽ കരാറുകാരനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തെത്തി. ഓങ്ങല്ലൂർ കാരക്കാട് റെയിൽവേ സ്റ്റേഷന് മുന്നിലൂടെയുള്ള റോഡ് നിർമ്മാണം കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ തകർന്നു. കോൺക്രീറ്റ് റോഡാണ് തകർന്നത്. റെയിൽവേയുടെ ഫണ്ട് ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. കോൺക്രീറ്റ് കഴിഞ്ഞ് 2 മാസമാകുമ്പോഴേക്കും റോഡിന്റെ പ്രതലം തകരുന്നു. 200 മീറ്ററാണ് പ്രവൃത്തികൾ നടപ്പാക്കിയത്. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി എന്നതിലുപരി കാരക്കാട് പ്രദേശത്തു നിന്നും വാടാനംകുറിശി, ചേരിക്കല്ല് എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിലെത്താവുന്ന പാത കൂടിയാണിത്. സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി. റോഡ് നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ റോഡ് അവർ പണിയെടുക്കുകയും ജനങ്ങൾക്കധികം വളരെയധികം സന്തോഷമുണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇത് പണി കഴിഞ്ഞിട്ട് ഏകദേശം 2 മാസത്തോളമായിട്ടില്ല. 200ഓളം മീറ്റർ റോഡാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആ കോൺക്രീറ്റ് ചെയ്ത മുഴുവൻ ഭാഗങ്ങളും അടർന്നു പോയി കല്ല് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ കോൺട്രാക്ടർ തട്ടിക്കൂട്ട് പണി ചെയ്ത് വേണ്ട സിമെൻറ്റും ഒന്നും കൂട്ടാതെ ചെയ്തതുകൊണ്ടാണ് ഈ 2 മാസം കൊണ്ട് തന്നെ ഇത് റോഡ് ഇങ്ങനെ കേടുവന്നു പോയത്. സംഭവത്തിൽ കോൺഗ്രസ് റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കരാറുകാരനെ വിളിച്ചാൽ കിട്ടുന്നില്ല എന്നാണ് ലഭിക്കുന്ന മറുപടി. റോഡിന്റെ തകർച്ചയ്ക്ക് കരാറുകാരനെ കൊണ്ട് തന്നെ പരിഹാരം കാണണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഇന്നലെ തന്നെ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകുകയും ആയതിന് തക്കതായ ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വിജിലൻസ് അന്വേഷണം ഉൾപ്പെടെയുള്ള മാർഗങ്ങൾക്ക് നമ്മൾ നിവേദനം നൽകുകയും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് PK അബൂബക്കർ സിദ്ദിഖ്, വാടാനംകുറിശി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് P രൂപേഷ്, ഇമ്പിച്ചിമണി, ഗോപൻ കാരക്കാട്, ഷാഫി കാരക്കാട്, EK സലിം, മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.